ഹരേ കൃഷ്ണ. ഇനി നമുക്ക് 22ാമത്തെ ശ്ലോകമാണ് നോക്കുവാനുള്ളത്. തസ്മാദിദം ജഗദശേഷമസത്സ്വരൂപം സ്വപ്നാഭമസ്തധിഷണം പുരുദുഃഖദുഃഖം ത്വയ്യേവ നിത്യസുഖബോധതനാവനന്തെ മായാത ഉദ്യതപി യത്സദിവാവഭാതി. തസ്മാദിദം ജഗദശേഷമസത്സ്വരൂപം. തസ്മാത് ഇദം, രണ്ട് വാക്കുകളാണ് അവിടെയുള്ളത്. തസ്മാത് അതുകൊണ്ട്, ഇദം എന്ന് പറഞ്ഞാൽ ഈ, ഇവിടെ യാതൊരു ലോകത്തെക്കുറിച്ചാണോ പറയുന്നത്, അത് ഈ ജഗദശേഷമസത്സ്വരൂപം, ജഗത്ത് അശേഷം അസത് സ്വരൂപം, ഇങ്ങനെ മൂന്ന് വാക്കുകളാണ് അവിടെയുള്ളത്. ജഗത്ത് എന്ന് പറഞ്ഞാൽ ഈ ജഗത്ത്, ഇപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന ഇതം ജഗത്ത്, ഈ ഒരു ജഗത്ത്, അശേഷം എന്ന് പറഞ്ഞാൽ സമസ്തമായിട്ടുള്ള ഈ ജഗത്ത് മുഴുവനും തന്നെയും അസത് സ്വരൂപം, അസത്തായ സ്വരൂപത്തോടു കൂടിയതാണ് എന്ന് പറഞ്ഞാൽ ഇത് സത്യമായിട്ടുള്ളതല്ല, സത്യമാണെന്ന് തോന്നിക്കുന്നത് മാത്രമാണ്. സ്വപ്നാഭമസ്തധിഷണം, സ്വപ്നാഭം അസ്തധിഷണം, ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് സ്വപ്നാഭമസ്തധിഷണം. സ്വപ്നാഭം എന്ന് പറഞ്ഞാൽ സ്വപ്നത്തിന് തുല്യമായിട്ടുള്ള, സ്വപ്നത്തിലെ പോലെ ശോഭിക്കുന്നതും. അസ്തധിഷണം എന്ന് പറഞ്ഞാൽ ധീ എന്നാൽ ബുദ്ധി, അസ്തധിഷണം അതായത് അങ്ങനെ ഒന്നുണ്ടെന്ന് തോന്നിക്കുക മാത്രമാണ് ചെയ്യുന്നത്, ഒരു വിപരീതമായ പ്രതിഭാസത്തോടു കൂടിയത്. അതായത് ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ സ്വപ്നം, പല കാര്യങ്ങളും നമ്മൾ സ്വപ്നത്തിൽ കാണുന്നുണ്ട്. നമ്മളെ ഒന്നുകിൽ ആന ചവിട്ടാൻ വരുന്നു, അല്ലെങ്കിൽ മറ്റു പല കാര്യങ്ങൾ, ചിലപ്പോൾ നമ്മൾ കണ്ടിട്ട് കൂടിയില്ലാത്ത ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിൽ നിൽക്കുന്നതായിട്ട് നമുക്കറിയുകയില്ലാതെ ഏത് ക്ഷേത്രമാണെന്ന്, അല്ലെങ്കിൽ ചിലപ്പോൾ മറ്റെന്തെങ്കിലും ഒന്നാകാം. ഇതാകട്ടെ നമ്മൾ എപ്പോൾ സ്വപ്നം വിടുന്നുവോ, അല്ലെങ്കിൽ എപ്പോൾ നമ്മൾ കണ്ണു തുറക്കുന്നുവോ, ഈ യാഥാർത്ഥ്യത്തിലേക്ക് വരുന്നുവോ നമ്മൾ, അപ്പോൾ സ്വപ്നത്തിൽ കണ്ടതൊക്കെ വെറും തോന്നലായിരുന്നു, അത് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇവിടെ ഇല്ലാത്തതാണ് എന്ന് തിരിച്ചറിയുന്നത് പോലെ. അതാണ് പറഞ്ഞ സ്വപ്നത്തിലെ പോലെ വർണ്ണാഭമാണ്, എന്നാൽ അത് അസത് സ്വരൂപമാണ്. ഇതൊരു അസ്തധിഷണമാണ്. നമുക്ക് അപ്പോൾ ഉണ്ടെന്ന് തോന്നിക്കുമ്പോൾ നമ്മൾ സ്വപ്നത്തിൽ അതൊക്കെ അനുഭവിക്കുന്നില്ലേ. നമ്മൾ പലപ്പോഴും ആരെങ്കിലും ഉപദ്രവിക്കുന്നു എന്നൊക്കെ കാണുമ്പോൾ നമ്മൾ വിളിച്ചു കൂവാറില്ലേ എന്ന് പറഞ്ഞതുപോലെ, അപ്പോൾ നമ്മൾ അവയൊക്കെ അനുഭവിക്കുന്നതായി തോന്നുന്നത് പോലും ഉറങ്ങി എഴുന്നേറ്റാൽ അത് എപ്രകാരം ഇല്ലാതെയാകുമോ. നമ്മൾ സ്വപ്നത്തിൽ നിന്നുണരുമ്പോൾ നമ്മുടെ ദേഹത്തെങ്ങും, നമ്മളിപ്പോൾ കുട്ടികളാണെങ്കിൽ സ്കൂളിൽ ടീച്ചർ അടിച്ചു എന്ന് സ്വപ്നം കാണാം. പക്ഷെ അപ്പോൾ നമുക്ക് നന്നായി വേദനിക്കുന്നു എന്ന് തോന്നാൻ നമ്മൾ കരയുന്നുണ്ടാവാം. ഉണരുമ്പോഴാകട്ടെ അടിച്ച പാടുമില്ല, വേദനയുമില്ല, ഒന്നുമില്ല, ടീച്ചറുമില്ല, നമ്മൾ ക്ലാസ്സിലുമല്ല. അപ്പോൾ എന്ന് പറയുന്നത് പോലെ ഈ ഒരു ബുദ്ധി യാഥാർത്ഥ്യത്തിലേക്ക് ഉണരുമ്പോൾ ഈ അതുവരെ കണ്ടതൊക്കെ അസത് സ്വരൂപമാണ് എന്ന് തിരിച്ചറിയുന്നത് പോലെ ഈ പ്രപഞ്ചമൊക്കെയും നമ്മളിപ്പോൾ ഇതിൽ നിന്നുകൊണ്ട് നമ്മൾ അനുഭവിക്കുമ്പോൾ ഇതുണ്ട് എന്ന് തോന്നുന്നെങ്കിലും ഇതും ഭഗവാന്റെ ഒരു മായ മാത്രമാണ്. ഇത് സത്യത്തിലില്ലാത്തതാണ്. പ്രപഞ്ചമെന്ന് പറയുന്നത് തന്നെയാണ് ഭഗവാന്റെ വലിയൊരു മായ. പുരു ദുഃഖം, പുരു എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വീണ്ടും ദുഃഖം, ഒന്നിനു പിറകെ ഒന്നായിട്ട് അങ്ങനെ ദുഃഖത്തെ ഏറ്റിക്കൊണ്ട് വരുന്നതാണ്. നമുക്ക് ഈ പ്രപഞ്ചത്തിൽ ഇന്ന് സുഖമെന്ന് തോന്നുന്നതൊക്കെയും നാളെ നമ്മളെ ദുഃഖിപ്പിക്കുന്നതാണ്. അപ്പോൾ ഈ ദുഃഖങ്ങൾ അവസാനിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. കാരണം എന്താ, നമ്മൾ തേടി അലഞ്ഞുകൊണ്ടിരിക്കുന്നത് സുഖത്തിൻ്റെ പിറകെയാണ്, സുഖം തേടി അലയുകയാണ്. ആ സുഖം ഓരോന്നോരോന്നായി കൈവരിക്കുമ്പോൾ അറിയുക, ഈ സുഖങ്ങളൊക്കെയും നാളെ നമ്മളെ
വേദനിപ്പിക്കുന്നതാണ്, ദുഃഖത്തെ നൽകുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ സുഖത്തിൻ്റെ പുറകെയുള്ള ഓട്ടം നിർത്താത്തത് കൊണ്ട് തന്നെ ദുഃഖം നമ്മുടെ പിന്നാലെ വന്ന് നമ്മളെ പിടികൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒന്നിനു പിറകെ ഒന്നായി ദുഃഖത്തെ മാത്രം തന്നുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള ഈ പ്രപഞ്ചം, ഈ ജഗത്ത് അസത്താണ്. ത്വയ്യേവ നിത്യസുഖബോധതനാവനന്തേ. ത്വയ്യേവ, അവിടെ കുറച്ചധികം വാക്കുകൾ നമുക്ക് കാണാം. ത്വയ്യേവ എന്ന് പറഞ്ഞാൽ ത്വയി ഏവ, അങ്ങയിൽ തന്നെയാണ്. ത്വയി അങ്ങയിൽ, ഭഗവാനെ അങ്ങയിൽ തന്നെ നിലകൊള്ളുന്ന ഒന്നാണ് ഈ സർവജഗത്തും. നിത്യസുഖബോധതനാവനന്തേ. നിത്യസുഖബോധതനൗ അനന്തേ. അങ്ങനെ 2 വാക്കുകളാണ്, പക്ഷെ അതിൽ ഏറെ വാക്കുകൾക്ക് അർത്ഥമുള്ളവയാണ് ആ ഒരു സമസ്ത പദം എന്ന് പറയുന്നത്. അനന്ത എന്ന് പറഞ്ഞാൽ അനന്തമായിട്ടുള്ളത്. അനന്തമായിട്ടുള്ളത് നാശരഹിതമാണ്. നാശം എന്ന് പറയുന്നത് കാലത്തിൻ്റെയും ദേശത്തിൻ്റെയും ഒക്കെ പരിമിതിക്കുള്ളിൽ പെടുന്നവയാണ് നാശത്തിന് വിധേയമാകുന്നത്. കാലത്തിന് അതീതമായി നിലകൊള്ളുന്നതിനൊക്കെയും നാശത്തിന് സ്പർശിക്കാനാകാത്തവയാണ്. അതൊന്നേയുള്ളൂ ഭഗവാൻ മാത്രം. ബാക്കിയൊക്കെയും ഈ ദേശകാല പരിമിതികൾക്കുള്ളിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ അവയ്ക്കെല്ലാം ഒരു ഡേറ്റ് ഓഫ് ബർത്തും ഡേറ്റ് ഓഫ് ഡെത്തുമുണ്ട്. ഇവയൊക്കെ സൃഷ്ടിക്കപ്പെട്ട ഒരു നിമിഷവുമുണ്ട്, ഇവയൊക്കെ ഇല്ലാതെയാകുന്ന ഒരു നിമിഷവുമുണ്ട് എന്നർത്ഥം. എന്നാൽ ഭഗവാനെ സംബന്ധിച്ചിടത്തോളം ഭഗവാന് മാത്രം ഡേറ്റ് ഓഫ് ബർത്തും ഡേറ്റ് ഓഫ് ഡെത്തുമില്ല. കാരണം അത് അനന്തമാണ്, അനാദിയാണ്. അതിന് ആദിയും അന്തവും ഇല്ലാത്തതാണ്. അങ്ങനെയുള്ള ഭഗവാനെ നിത്യസുഖബോധതനവും, നിത്യസുഖബോധതനവും, അവിടുന്നാകട്ടെ ഭഗവാനെ സുഖം എന്ന് പറഞ്ഞാൽ നമുക്ക് വൈകാരികമായ സുഖത്തെ അല്ല ഇവിടെ പറയുന്നത്, ആന്തരികമായ ഒരു ആനന്ദ നിർവൃതിയാണ് ഇവിടെ സുഖം എന്നതുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. അതാകട്ടെ നിത്യമാണ്, എന്നും നിലകൊള്ളുന്നതാണ്. എന്നുവരെ ഈ ശരീരം അല്ലെങ്കിൽ ഈ ദേഹത്തിൽ ഇരുന്നു കൊണ്ട് ഞാൻ എന്ന് പറയുവാൻ നമ്മളെ കെൽപ്പുള്ളതാക്കി മാറ്റുന്ന ആ ചൈതന്യം ഈ ശരീരത്തിലിരിക്കുന്നുവോ അന്നുവരെ ആ നിത്യാനന്ദം, ആ ആനന്ദ സ്വരൂപം നമ്മളോടൊപ്പമുണ്ട്. അത് നിത്യമാണ്. പക്ഷേ നമ്മുടെ ശരീരത്തിൻ്റെ യാത്ര ഒരു കാലത്തിൻ്റെ പരിമിതിക്കുള്ളിൽ നിൽക്കുന്നതാണ്. കുറച്ച് കാലയളവ് മാത്രമേ ഈ ശരീരം ഇവിടെ നിലനിൽക്കുന്നുള്ളൂ. അതുകൊണ്ട് അത്രയും കാലം, ആ നിലനിൽക്കുന്നിടത്തോളം കാലം എന്നും ഒരേപോലെ സുഖത്തെ നൽകുന്നത്, ഒരേപോലെ ആനന്ദ നിർവൃതി നൽകുന്ന ആ ഭഗവാൻ, നിത്യനായിട്ടുള്ള ഭഗവാൻ, ശരീരം നശിച്ചാലും ശരീരം ജന്മം കൊള്ളുന്നതിന് മുൻപുമൊക്കെ അതുണ്ട്, എന്നും നിത്യമാണത്. പക്ഷേ നമ്മൾ ഞാനെന്നറിയുന്ന, നമുക്കത് അനുഭവിച്ചറിയണമെങ്കിൽ നമ്മളിവിടെ നിലനിൽക്കുന്ന കാലത്ത് മാത്രമേ ഈ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് അതിനെ അനുഭവിക്കുവാൻ കഴിയൂ. അടുത്ത ജന്മം മറ്റേതെങ്കിലും ശരീരത്തിൽ കയറേണ്ടി വന്നാൽ, ഇനി ഒരു ജന്മം ഉണ്ടായാൽ, അന്നും ആ ശരീരത്തിൽ ഇരിക്കുന്നിടത്തോളം കാലം നമ്മുടെ ക്രിയാശക്തിയായും ജ്ഞാനശക്തിയായും ഒക്കെ നമ്മുടെ ഉള്ളിൽ കുടികൊള്ളുന്ന ആ പരമാത്മ ചൈതന്യത്തെ അനുഭവിക്കാൻ കഴിയുന്നത് ആ ശരീരത്തിൽ ഉള്ളിടത്തോളം കാലവും നമുക്ക് കഴിയും. അത് അത്രയും നാൾ നമ്മളിരിക്കുന്ന അത്രയും കാലം അത് നിത്യമാണ്, അല്ലാതെ വരത്തുപോക്കുള്ളതല്ലാതെ. പക്ഷേ നമുക്ക് അതിലേക്കുള്ള പ്രയാണം എന്ന് പറയുന്ന ഒരു വരത്തുപോക്കിൻ്റെയാണ്. ഇടയ്ക്ക് നമ്മൾ അതിലേക്ക് ഭഗവാനിലേക്ക് അടുക്കും, വീണ്ടും ഭഗവാനിൽ നിന്ന് വിട്ടുപോകും. ഈ ദുഃഖങ്ങൾ ഓരോന്നും വരുന്നത് നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണ്. ഭഗവാൻ ചൊരിയുന്ന കാരുണ്യമാണ്. എന്തിനാ? ഈ പ്രാരബ്ധങ്ങളൊക്കെ ഒന്ന് കുറയ്ക്കുവാൻ, നമ്മൾ വഹിച്ചുകൊണ്ട് വന്നിരിക്കുന്ന പ്രാരബ്ധങ്ങളുടെ ഭാണ്ഡത്തിലെ ഭാരം ഒന്ന് കുറയ്ക്കുന്നതിനായിട്ട് ഭഗവാൻ ചൊരിയുന്ന കാരുണ്യമാണ് നമ്മുടെയൊക്കെ ദുഃഖങ്ങളും വിഷമങ്ങളും ഒക്കെയും. അപ്പോൾ ആ ഭഗവാന്റെ ആ കാരുണ്യം ഈ ജഗത്തിൽ
ഈ ശരീരത്തിലിരുന്ന് അലയുന്നിടത്തോളം കാലം നമുക്ക് അനുഭവിക്കുവാൻ കഴിയുന്നു. അതായത് ആ കാലയളവ് മാത്രമേ ഞാൻ എന്ന ഒരാൾ ഈ ശരീരത്തിൽ നിലനിൽക്കുന്നുള്ളൂ. അത്രയും കാലവും എനിക്ക് അതുകൊണ്ട് തന്നെ ആ ശക്തിയും നിത്യനാണ്, നിത്യമായിട്ടുള്ള ഒരു ആനന്ദ സ്വരൂപമാണ്, നിർവൃതിയാണ്. ബോധതനൗ എന്നാ പറഞ്ഞത്. അതായത് ഈ ഒരു തത്വത്തെ, സത്യത്തെ, ഈ ഒരു ബോധത്തെ, ആത്മബോധം ഉള്ളിൽ ഉണ്ടാക്കുന്നതിനായി ബോധതനൗ സ്വയം തന്നെ ഭഗവാനെ അവിടുന്ന് ശരീരം സ്വീകരിച്ച് വന്നിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ അങ്ങ് തന്നെയാണ് ഈ ശരീരത്തിനുള്ളിൽ ഇരുന്നു കൊണ്ട് ഈ ശരീരത്തെ എടുത്ത് വന്നിരിക്കുന്നതും. എന്തിനാ? ഈ പ്രാണന്റെ ആ ഒരു കർമ്മ പ്രാരബ്ധത്തെ, കർമ്മബന്ധത്തെ ഇല്ലാതെയാക്കുന്നതിന് വേണ്ടി അങ്ങ് തന്നെ സ്വരൂപം പൂണ്ട് ഉള്ളിലിരിക്കുകയാണ്, നമ്മുടെ ഉള്ളിൽ ഈ ഒരു ആത്മബോധത്തെ വളർത്തുന്നതിന് വേണ്ടി. അങ്ങനെയുള്ള ഭഗവാനെ മായാത ഉദ്യതപിയത് സതിവാവഭാതി. മായാത, മായാത എന്ന് പറഞ്ഞാൽ മായയിൽ നിന്ന്, മായാത. ഉദ്യതപി, ഉദ്യത അപി, ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് ഉദ്യതപി. ഉദ്യത് എന്ന് പറഞ്ഞാൽ ഉദിക്കുക, ഉദിക്കുന്നത്. അപ്പോൾ ഈ മായയിൽ നിന്നും ഉദിക്കുന്നതാണ് എങ്കിലും, ഉദ്യത് അപി എങ്കിലും, യത് സതിവാവഭാതി, യാതൊരു പ്രപഞ്ചം ഈ മായയിൽ നിന്ന് ഉദിക്കുന്നതാണെങ്കിൽ പോലും ഈ ഒരു പ്രപഞ്ചം അങ്ങനെ ആയിരുന്നിട്ടും സദിവാവഭാതി, സത് ഇവ അവഭാതി, ഇങ്ങനെ മൂന്ന് വാക്കുകൾ ചേരുന്നതാണ് സദിവാവഭാതി. അതായത് ഇങ്ങനെ ഭഗവാനിൽ നിന്ന് ഉദിക്കുന്നതാണ് ഇത്, ഭഗവാന്റെ മായയിൽ നിന്ന് രൂപം കൊള്ളുന്നതാണെങ്കിൽ പോലും, ഈ പ്രപഞ്ചം തന്നെ ഭഗവാന്റെ മായയാണെങ്കിൽ പോലും, സത് ഇവ, ഇത് സത്ത എന്ന പോലെ, ഉള്ളതാണ് എന്നതുപോലെ, അവഭാതി, ശോഭിക്കുന്നു, തോന്നിക്കുകയാണ്. അപ്പോൾ നമുക്കിതൊക്കെ നിലനിൽക്കുന്നുണ്ട്, ഈ പ്രപഞ്ചമുണ്ട് എന്ന് തോന്നുമ്പോഴും അത് സ്വപ്നത്തിൽ കാണുന്ന ചില താൽക്കാലികമായ സത്യങ്ങളെ പോലെയാണ്. അത് നിത്യനിരന്തര സത്യമല്ല എന്ന് പറയുകയാണ്. ഈ ജഗത്ത് നമുക്കുണ്ടെന്ന് തോന്നുന്നെങ്കിലും ഇത് ഭഗവാന്റെ മായയാൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന ഒരു നീർക്കുമിള പോലെയാണ്. സത്യത്തിൽ ഇങ്ങനെയൊന്നില്ല, ഇത് ഭഗവാന്റെ മായയാണ്. അതറിയണമെങ്കിൽ നമ്മൾ സ്വപ്നത്തിൽ നിന്നും ഉണർന്നെങ്കിൽ മാത്രമേ അതുവരെ കണ്ടത് വെറും സ്വപ്നമാണെന്നും ശരിയായ ബുദ്ധിയിൽ അത് നിലനിൽക്കുന്നതല്ല എന്ന് തിരിച്ചറിയുകയും ചെയ്യുന്നു എന്ന് പറയുന്നത് പോലെ, ഈ പരമാർത്ഥ ബോധം അനന്തസ്വരൂപിയായിട്ടുള്ള ഭഗവാന്റെ മായയിൽ ഉണ്ടെന്ന് തോന്നിപ്പിക്കുന്നത് മാത്രമാണ് ഈ ജഗത്തൊക്കെയും എന്ന സത്യം തിരിച്ചറിഞ്ഞ് ആ ആത്മബോധത്തെ നന്നായി ഉള്ളിൽ ഉറപ്പിച്ചുകൊണ്ട് ജ്ഞാനത്തിൻ്റെ വെളിച്ചത്തിലേക്ക് നമ്മൾ ഉണർന്നു വരണം. സ്വപ്നത്തിൻ്റെ തടവറയിൽ നിന്നും പ്രകാശത്തിൻ്റെ പുലരിയിലേക്ക് ഉണർന്നു വരുമ്പോൾ സ്വപ്നം താൽക്കാലികമായ ഒരു യാഥാർത്ഥ്യം മാത്രമായിരുന്നു, ഒരു ബുദ്ധിയുടെ ഒരു ചെറിയൊരു തോന്നൽ മാത്രമായിരുന്നു എന്ന് തിരിച്ചറിയുന്നത് പോലെ, ആത്മജ്ഞാനമുള്ളിൽ ഉദിച്ചു കഴിഞ്ഞാൽ ഭഗവാനെ എല്ലാം അവിടുത്തെ മായയാണ്, സത്യസ്വരൂപനായിട്ടുള്ള നിത്യനായിട്ടുള്ള അവിടുന്നൊന്നു മാത്രമാണ് സത്യമായിട്ടുള്ളതെന്നും, ഈ കാണുന്നതൊക്കെ അല്ലെങ്കിൽ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതൊക്കെ അവിടുത്തെ മായയാണെന്ന് തിരിച്ചറിയുകയും ചെയ്യുന്നു. അപ്പോൾ അജ്ഞാനം നശിക്കണമെങ്കിൽ ആത്മബോധം ഉള്ളിൽ ഉണരണം. അജ്ഞാനമാണ് ശരിയായ അന്ധകാരം. ആ അജ്ഞാനത്തിൽ നിൽക്കുന്നത് കൊണ്ടാണ് ഈ പ്രപഞ്ചം ഉള്ളതാണെന്നും ഈ ജഗത്തിലെ കാണപ്പെടുന്നതിനോടൊക്കെ മമതാബന്ധവും അതേപോലെ തന്നെ രാഗദ്വേഷാദികളുമൊക്കെ ഉണ്ടാകുന്നതും അജ്ഞാനം കൊണ്ടാണ്. അപ്പോൾ ആ അജ്ഞാനത്തെ ഇല്ലാതെയാക്കുന്നതിന്
നമ്മൾ അറിവ് സമ്പാദിക്കേണ്ടതുണ്ട്, ആത്മബോധത്തെ ഉണർത്തേണ്ടതുണ്ട്, പരമാർത്ഥ ബോധത്തിലേക്ക് നമ്മൾ എത്തിച്ചേരേണ്ടതുണ്ട്. സ്വപ്നബോധത്തിൽ നിന്നും പാരമാർത്ഥ്യ തലത്തിലേക്ക് ഇറങ്ങി വരുമ്പോൾ എപ്രകാരമാണോ സത്തെന്ന് തോന്നിയിരുന്നതൊക്കെ, അതുവരെ സ്വപ്നത്തിൽ സത്താണെന്ന് തോന്നിയിരുന്നതൊക്കെ അസത്താണെന്ന് തിരിച്ചറിയുന്നത്, അതേപോലെ പരമാർത്ഥ ബോധം ഉള്ളിൽ ഉദിച്ചു കഴിയുന്ന ഒരാളിന്, ആത്മതത്വം ഉള്ളിൽ ഉദിച്ചു കഴിയുന്ന ഒരാളിന് ഈ അസത്തായിട്ടുള്ളതിനൊക്കെ അസത്തായി തിരിച്ചറിയുവാൻ കഴിയുന്നു. സത്താണെന്നുള്ള ഒരു അബദ്ധധാരണയിൽ ഈ ജഗത്തിൽ കഴിയേണ്ടി വരുന്നില്ല എന്ന് അർത്ഥം. ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. തസ്മാദിദം ജഗദശേഷമസത്സ്വരൂപം സ്വപ്നാഭമസ്തധിഷണം പുരുദുഃഖദുഃഖം ത്വയ്യേവ നിത്യസുഖബോധതനാവനന്തേ മായാത ഉദ്യതപി യത് സദിവാവഭാതി. ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: തസ്മാദിദം, അത് തസ്മാത് ഇതം ആണ്. പദം പിരിക്കേണ്ട ദായുടെ ഈ കാര്യം ശ്രദ്ധിച്ചാൽ മതിയാകും വായിക്കുമ്പോൾ. അതുപോലെ ജഗദശേഷമസത്സ്വരൂപം, ജഗത്ത് അശേഷമാണ്. അവിടെ പദം പിരിക്കേണ്ട ജഗദശേഷം, ദായുടെ ആകാരം ശ്രദ്ധിച്ചാൽ മതിയാകും. അതുപോലെ അസൽ സ്വരൂപം, മായയുടെ ആകാരം ശ്രദ്ധിക്കുക. അശേഷം അസൽ സ്വരൂപം. അടുത്ത പാദത്തിൽ വരുമ്പോൾ സ്വപ്നാഭമസ്തധിഷണം, സ്വപ്നാഭം അസ്തധിഷണം, മായയുടെ ആകാരം ശ്രദ്ധിക്കുക. പിന്നെ അടുത്ത നിത്യസുഖബോധതനാവനന്തേ, നിത്യസുഖബോധതനൗ അനന്തേ ആണ് തനാവനന്തേ എന്നാകുന്നത്. അവിടെ പദം പിരിക്കണ്ട. അവിടെ വായിൽ തനൗ അനന്തേ എന്നുള്ളിടത്താണ് ആ വരുന്നത്, വായായിട്ട് മാറുന്നത്. അവിടെ തനാവനന്തേ, വായുടെ ആകാരം ശ്രദ്ധിച്ചാൽ മതിയാകും. അപ്പോൾ അവിടെ അനന്തേ എന്നാവുന്നത്. പിന്നെ അടുത്തത് ഉദ്യതപി, ഉദ്യത് അപിയാണ്. ഉദ്യതപി, ദായുടെ ആകാരം ശ്രദ്ധിക്കുക. അതുപോലെ സദിവാവഭാതി, സത്ത് ഇവ അവഭാതിയാണ്. സദിവ അവഭാതി എന്നുള്ളിടത്ത് സദിവാവഭാതി ആകാരം ശ്രദ്ധിക്കുക. ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്. ഇനി അടുത്തത് 23-ാമത്തെ ശ്ലോകമാണ്. ഭഗവാൻ അനുഗ്രഹിച്ചാൽ അത് അടുത്ത സത്സംഗത്തിൽ കാണാമെന്ന് കരുതുന്നു. ഹരേ കൃഷ്ണ.